ബി റബ്ബി ജല്ലല്ലാ മാഫി കൽബി സൈറുല്ലാ. നൈവേദ്യത്തിന് കൊടുക്കാൻ വേണ്ടി പായസം റെഡിയാക്കിയിട്ടുണ്ട് നമ്മളെ വിശ്വ ക്ഷേത്രത്തിലെ. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അയ്യേ നീ മുസൽമാനാണോ, അയ്യേ നീ ഹിന്ദു ക്രിസ്ത്യന്, അങ്ങനെ പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. എന്നാൽ അങ്ങനെ തമ്മിൽ തല്ലുന്നവർ കാണാൻ വേണ്ടിയിട്ട് 4-5 രസകരമായിട്ടുള്ള വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അതായത് ഒരു അമ്പലത്തിൽ പായസം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആർക്ക്? നബിദിന റാലിക്ക് പോയ കുട്ടികൾക്ക് പായസം ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ. അതിനുശേഷം ഹൈന്ദവ സ്ത്രീകൾ അറബി പാട്ട് പാടുകയാണ്, ഖുർആൻ ഓതുകയാണ്, നബിദിനത്തിൽ മൗലോദ് പാരായണം, അങ്ങനെയൊക്കെ പറയുന്ന, അതൊക്കെ പാരായണം ചെയ്യുന്ന വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. കണ്ടാൽ ഞെട്ടിപ്പോകുന്ന വീഡിയോ ദൃശ്യമാണ്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കുഞ്ഞു വിരൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താ മടി? കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം ഇത്തിരി കുറവാണ്. ഒന്ന് ഞെക്കി അയക്കണേ, ഓക്കെ. അതിനുശേഷം നമ്മുടെ ഷാഫി പറമ്പിലും ഫാത്തിമ തഹ്ലിയയും ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്ന രസകരമായിട്ടുള്ള വീഡിയോ ദൃശ്യം കൂടി വന്നിട്ടുണ്ട്. അത് ഞാൻ വെച്ചു തരാം. പിന്നീട് മുഖ്യമന്ത്രി VD സതീശന് ഓണത്തെ കുറിച്ചിട്ടും നബിദിനത്തെ കുറിച്ചിട്ടും സംസാരിച്ച രസകരമായിട്ടുള്ള ഒരു സ്പീച്ച്, അതും വെച്ചു തരാം. അതിനുശേഷം സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ആദ്യം രസകരമായ നബിദിന പരിപാടിയിൽ രസകരമായിട്ട് ഒരു പാട്ട് പാടിയ ഹൈന്ദവ യുവതി. ബി റബ്ബി ജല്ലല്ലാ മാഫി കൽബി സൈറുല്ലാ നൂറ് മുഹമ്മദ് ജല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പൊ ഗൈസ്, ഞാനും കീർത്തിമോളും ഇതാക്കണ നബിദിനം കണ്ടുവരികയാണ്. ഒരുപാട് സന്തോഷമായിട്ടുണ്ട്, ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് സന്തോഷത്തിന്റെ നിമിഷത്തോടെയാണ് ഇപ്പോൾ അപ്പൊ ഞാൻ പോണത്. പിന്നെ നമ്മളെ നാട്ടാരായ വന്ദനാപറമ്പ് ടീം തന്നത് ഒരു അടിപൊളി സ്വീകരണം തന്നെയൊന്നും മറക്കാൻ പറ്റില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെരുമാറി. ഒരുപാട് സന്തോഷം. മക്കളെല്ലാവരും തൃപ്തിപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംഘന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സംഘന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അവിടെ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇനി ഒരുപാട് വർഷം ഭൂമിയിൽ ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും ഇതേപോലെ നബിദിനം ആഘോഷിക്കാനും ഞാൻ ഈ ഒരു പുണ്യ ദിവസത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി നബിദിനാശംസകൾ. ദ റിയൽ കേരള സ്റ്റോറി ഇതല്ലേ എൻ്റെ വീഡിയോ. അതായത് കുറേ പേർക്ക് പിടിക്കുന്നില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് മുസൽമാൻ ചെയ്യുന്ന നല്ലതും, ക്രിസ്ത്യൻസ് ചെയ്യുന്ന നല്ലതും, ഹിന്ദുക്കൾ ചെയ്യുന്ന നല്ലതും, നമ്മളെല്ലാവരും ആരും തമ്മിൽ തല്ലണ്ട, നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ വിമർശനം വരുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല. പൊന്നു മനുഷ്യന്മാരെ, അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. അതായത് നബിദിന പാട്ട് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കൊന്ന് കേൾക്കാം. ഞമ്മക്ക് നബിദിനത്തിനുള്ള ആ നോട്ടുമാല അങ്ങോട്ട് റെഡി ആക്കിയാലോ? ആദ്യം അത് റെഡി ആക്കി തരുന്നതേ ഉണ്ടാക്കറിങ്കോ. അപ്പൊ അതാക്കണം, നമ്മളെ നോട്ടുമാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഞമ്മക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങാം. തവക്കത്തുൽ അല്ലാ ബിസ്മില്ലാഹി റഹ്മാനു റഹീം. അപ്പൊ നമുക്ക് ആ പാട്ടാണ് പാടിയാണ് തുടങ്ങിയാലോ? മേമയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടല്ലോ, നമ്മളെ പിരിശത്തത്തെ പാട്ട്. പതിമക്കത്തണഞ്ഞുള്ള നൂറുള്ള, നമുക്കറിയാം. സൗണ്ടൊക്കെ പോയിന്നൊക്കെ പറഞ്ഞല്ലോ. വോയിസ് റെസ്റ്റിലാണ് കേട്ടോ. ഒരു കാലത്തെ മാപ്പിളപ്പാട്ടിന്റെ തരംഗം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ആതിര സുജിത്ത്. ഗൾഫിലൊക്കെ പോയി, അങ്ങ് അബുദാബിയിലൊക്കെ പോയി പാട്ട് മുഴുവനാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരിച്ച് പോരേണ്ടി വന്നൊരു ഗായിക കൂടിയാണ് നമ്മൾ ആതിര. എന്നാലും ഇപ്പോഴും കുറവില്ല, സൗണ്ട് പോയൊരു ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേക്കട്ടെ ഗൈസ്. എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ രോമാഞ്ചമാണ് തോന്നുന്നത്. എന്തൊക്കെയാ നമ്മൾ ഈ കാണുന്നത്? ദ റിയൽ കേരള സ്റ്റോറി. അതായത് നമ്മുടെ മനുഷ്യന്മാർ, കേരളത്തിലെ വർഗീയത ഇല്ല. നമ്മൾ പരസ്പരം എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും, പക്ഷേ നമുക്കിടയില് ഉള്ളില് ഒന്നുമില്ലെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞെട്ടിപ്പോവും. നോക്കൂ, വളരെ രസകരമായിട്ട് ഓണം ആഘോഷിക്കുന്ന ചേച്ചിമാര് തൊപ്പി വെച്ച പിള്ളേർക്ക് കൊടുക്കുകയാണ് പായസം. ഇതല്ലേ ദ റിയൽ കേരള സ്റ്റോറി. ഇങ്ങനെയുള്ള വാർത്ത ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? തമ്മിൽ തല്ലിക്കോ. അതായത് ഞാനൊരു ഹിന്ദു മുസൽമാൻ ഇപ്പോ തമ്മിൽ തല്ലുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത കൊണ്ടുവന്നാൽ കുറെ വ്യൂസ് കിട്ടും, ലൈക്ക് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കൂടും. എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയുള്ള തമ്മിൽ തല്ലുന്ന വീഡിയോ കാണാനാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരത്തില്ല. ഇനി ക്ഷേത്രത്തിൽ നിങ്ങൾ കാണൂ,
ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കാണൂ. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കാഴ്ച. നൈവേദ്യത്തിൽ കൊടുക്കാൻ വേണ്ടി പായസം റെഡിയാക്കിയിട്ടുണ്ട് നമ്മളെ വിശ്വമയ്യപ്പ ക്ഷേത്രത്തിലെ മാതൃ സംഘടന അമ്മമാരും പിന്നെ നമ്മളെ എല്ലാവരും ചൊല്ലക്കര സുനിയേട്ടുണ്ട്, മോനേട്ടുണ്ട്, ഇങ്ങാരേട്ടുണ്ട്, എല്ലാരും ഉണ്ട്. അടിപൊളി പായസമൊക്കെ സെറ്റാണ് അല്ലേ ചേച്ചിയാ? അടിപൊളിയല്ലേ? അയ്യോ അപ്പൊ വരും. ഇത് എത്തിയിട്ടില്ല, എന്താ പറയാ, റാലി എത്തിയിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് ഒക്കെ സെറ്റാക്കിയിരിക്കണ്. അടിപൊളിയാണ്. ഓക്കെ, രസകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ ഞങ്ങളെല്ലാവരും ഒന്നാണ്. ഓക്കെ, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. ഒന്നൊന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് പൊളിറ്റിക്സിലേക്ക് പോവാം. ഷാഫി പറമ്പിലും ഫാത്തിമ തഹിലയും ഓണം ആഘോഷിക്കുന്ന വീഡിയോ. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയാവുന്ന മനോഹരമായിട്ടുള്ളൊരു ഓണവും അതിന്റെ എല്ലാ സ്നേഹാശംസകളും നേരെയാണ്. ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട റസാഖ് മാഷ് ഇവിടെ ഉണ്ട്. നമ്മുടെ DCC പ്രസിഡന്റ് കൊയിലാണ്ടിയുടെ പ്രിയപ്പെട്ട MLA പ്രവീൺ കുമാർ, അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന നടുവത്തൂരിലെ ക്ഷേത്രക്കുളത്തിന്റെ പരിസരത്താണ് ഞങ്ങളിപ്പോ എല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ട പാറക്കല് ഇപ്പം വലിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പോ 2.5 കൊല്ലം കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ. സൂരജ് ഉണ്ട്, നമ്മുടെ അഭിജിത്ത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റ് ചെയ്യുന്ന ആളിതാണ്. ഉച്ചക്കാവുമ്പോ സദ്യ തരേണ്ടി വരുന്ന വിചാരിച്ചിട്ട് രാവിലെ തന്നെ വിളിച്ചിട്ട് 2 ഇഡ്ഡലിയും തന്നിട്ട് പറഞ്ഞേക്കുള്ള പരിപാടിയാണ്. സൗത്തിന്റെ സ്വന്തം MLA ഇവിടെ ഉണ്ട്. ഇതാ പേരാമ്പ്രയുടെ ഒറ്റ പേര്. അതെ, എന്നാ പിന്നെ അത് വീഡിയോ എടുക്കണ്ടില്ലേ? ഓക്കെ, വളരെ, അതായത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പോകുന്നുണ്ട്. ബാക്കിയും കൂടി കാണാം. രമേശുണ്ട്. അപ്പം എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു കുളമാണ്. അതിന്റെ പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ ഇവിടെ വരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എല്ലാ വടകരക്കാരൊന്ന് പ്രത്യേകം പറഞ്ഞോട്ടെ, എല്ലാ വടകരക്കാർക്കും പ്രത്യേക ഓണാശംസകൾ. അപ്പൊ കോഴിക്കോട്ടെ ബാക്കി ആൾക്കാർ 2 പിന്നെ 3 പ്രതികരിച്ചിട്ടുണ്ട്. അടുത്ത ഓണത്തിന്റെ ഇവന്റെ കൂടെ ഒരാളും കൂടെ ആക്കാൻ പറ്റുമോ നോക്കണം. കല്യാണം ഒന്നും കഴിക്കാതെ സുഖമായിട്ട് നടക്കുക. അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെ അനേക ആളുകൾ ഒരു ഹാപ്പി ഓണം പറഞ്ഞ എല്ലാവരും. നിയാസ് വക്കീലേ, ഹാപ്പി ഓണം. മാഷെ അവക്കവിടെ സുനന്ദ, നീ എന്താ ഒളിച്ചു വെക്കുന്നു? ഇവിടെ വാ. അവിടെ എന്താ വെള്ളം ഉണ്ടോ മുമ്പില്? അബുക്ക ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും ഓണാശംസകൾ. പ്രവീണന്റെ കുടുംബം ഉണ്ട്. എല്ലാവരുടെയും ഓണാശംസകൾ. ഈ കാഴ്ച ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഈ കുളം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് തവണ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകം കാണിക്കുകയാണ്. ഓക്കെ, ഷാഫി പറമ്പിൽ ഒരു സംഭവം തന്നെയാണ് അല്ലെ. ബാക്കിയും കൂടി കാണാം. ഇങ്ങനെ തന്നെ കയറാം. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാലക്കാട്ടുകാർക്കും പ്രത്യേക ഓണാശംസകൾ. കുറ്റ്യാടിക്കാർക്ക് എല്ലാവർക്കും എന്റെ ഓണാഘോഷം ഉണ്ടായിരുന്നു 22-ന്. അതുപോലെ ഇവിടെ ഇന്ന് ഷാഫിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഗംഭീരമായി ഓണം ആഘോഷിക്കുക. അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ വടകരയും കോഴിക്കോടും കുറ്റ്യാടി പാലക്കാട് അങ്ങനെയൊന്നും മാത്രമല്ല, അത് കോഴിക്കോടിന്റെ കൂടിയാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിലാണല്ലോ ഈ. അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും, മുഴുവൻ മലയാളികൾക്കും വളരെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹോസ്റ്റ് MLA കേട്ടോ, പേരാമ്പ്രയുടെ MLA. ഓക്കെ, വളരെ രസകരമാണ്. ഇനി സന്ദീപ് വാര്യരുടെ തീപ്പൊരി പ്രസംഗമാണ്. ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇവിടെ കോൺഗ്രസോ CPM BJP അങ്ങനെയൊന്നുമല്ല. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യമാണ്. അതായത് സന്ദീപ് വാര്യർ എങ്ങനെയാണ് അവിടെ ജയിച്ചത്. തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. CPM കോട്ടയാണ്. ആ ഒരു കോട്ടയിൽ എങ്ങനെ ജയിച്ചു എന്ന് സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവര്, ഞാൻ പാർട്ടിക്ക് സപ്പോർട്ടല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന സംഗതിയാണ് കൊണ്ടുവരുന്നത്. എടുത്തു പറയാൻ കാരണം എൻ്റെ വീഡിയോ BJP-ക്കാരും കാണലുണ്ട്, CPM പ്രവർത്തകരും കാണലുണ്ട്, കോൺഗ്രസ്സുകാരും കാണലുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും സന്ദീപ് വാര്യരുടെ ആ ഒരു പ്രസംഗം കേൾക്കാം. ഞാൻ ഈ കാസർഗോഡ് ജില്ലയിലെ MLA ആണ്, തൃക്കരിപ്പൂരിലെ MLA ആണ്. യുദ്ധം ചെയ്തിട്ടാണ് ജയിച്ചത്. യുദ്ധം ചെയ്തിട്ട്, അക്ഷരാർത്ഥത്തിൽ, വെറുതെ അല്ല. നേർക്കുനേർ നിന്ന് പോരാട്ടം. ഒരു ബൂത്തിൽ പോയി പറഞ്ഞു, നീ പാലക്കാട് നിന്ന് വന്നിട്ട് ഇവിടെ ഷൈൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പാലക്കാട് നിന്ന് വന്നിട്ട്
അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. പാലക്കാട് നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വിജയിക്കാൻ വേണ്ടി, ഇവിടെ ജയിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ ഭയപ്പെടുത്തൽ കണ്ട് പിന്തിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് ഓരോ ബൂത്തിലും. CPM മാത്രമുള്ള മറ്റൊരു പാർട്ടിക്കും പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നിയോജക മണ്ഡലം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പോലെയല്ല അവിടുത്തെ തെരഞ്ഞെടുപ്പ്. ഇവിടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിംഗ് ബൂത്തിൽ ഇരിക്കാം, ഏജന്റുമാരുണ്ടാവും, വീടുകളിൽ പോയി അഭ്യർത്ഥന കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, വിമർശിക്കാം. പക്ഷെ ഞാൻ മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വീട്ടിൽ പോയിട്ട് അഭ്യർത്ഥന കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഏതാണ്ട് 40ഓളം ബൂത്തുകളിൽ നമുക്ക് ആളുകളെ ഇരുത്താൻ പറ്റില്ല, പോളിംഗ് ഏജന്റുമാരെ ഇരുത്താൻ കഴിയില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. സധൈര്യം ഇരുന്ന ഒരു മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകയെ 3 മണിവരെ ആ കുട്ടി ജലപാനം കഴിക്കാതെ പോളിംഗ് ബൂത്തിലിരുന്നു. ആ സ്ത്രീ പെൺകുട്ടി, മഹിളാ കോൺഗ്രസിന്റെ പെൺകുട്ടി ബാത്റൂമിൽ പോയില്ല. കാരണം ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കൂട്ടിയിട്ടാലോ എന്ന പേടിയുണ്ട്. അവർ ബാത്റൂമിൽ പോയില്ല. 3 മണിവരെ ഇരുന്നു കള്ളവോട്ട് തടഞ്ഞുകൊണ്ടേയിരുന്നു. 3 മണിക്ക് ആ കുട്ടിയുടെ നേർക്ക് നായ്ക്കുറിനെ പൊടി എറിയുകയാണ്. ശരീരം മൊത്തം ചൊറിഞ്ഞ് ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലീസ് ആ കുട്ടിയെ ആശുപത്രിയിലാക്കുന്നു. ഞാൻ അങ്ങോട്ട് ഓടിയെത്തുന്ന സമയത്ത് കാണുന്നത് അവിടുത്തെ പോലീസ് അടക്കമുള്ളവർ സഹായിച്ചുകൊണ്ട് നിർബാധം കള്ളവോട്ട് നടക്കുകയാണ്. ഞാൻ ആദ്യം ആശുപത്രിയിലേക്ക് ഓടിയതിപ്പോ ആ ധീരയായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നോട് എന്താ പറഞ്ഞത്, സാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, സാറ് ബൂത്തിലേക്ക് പോയി, അവിടെ കള്ളവോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് തടയണം എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, സന്ദീപ് വാര്യർക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ കമന്റ് ചെയ്യാം. മുഖ്യമന്ത്രി VD സതീശന്റെ ചില ഒരു പ്രസംഗം നല്ല രീതിക്ക് വൈറലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടിട്ട് വീഡിയോ മൈൻഡ് ചെയ്യാം. ചില ആചാരങ്ങളുണ്ട്, എല്ലാ മതങ്ങളിലുണ്ട് തെറ്റായി കടന്നുകൂടിയ ആചാരങ്ങൾ, സമീപനങ്ങളുണ്ട്. അതിൽ മാറ്റം വരുത്തിയേ മതിയാവും. അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഭരണകൂടം അല്ല അത് ചെയ്യേണ്ടത്. അത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം. മതങ്ങളിൽ നിന്ന് തന്നെ, അതാത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായി അതാത് മതങ്ങളിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാകണം. ഭരണകൂടങ്ങൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിൽ സ്വാർത്ഥതയുണ്ടാകും, അതിൽ വർഗീയത ആരോപിക്കപ്പെടും, തെറ്റായ നടപടികൾ ഉണ്ടാകും, അനാവശ്യമായ കടന്നുകയറ്റങ്ങളായി അത് മാറും. പക്ഷേ എല്ലാ മതങ്ങളിലും ഉണ്ടാകേണ്ട ആ മാറ്റങ്ങൾക്ക് മതങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ സംവാദങ്ങൾ നടക്കണം, വേണ്ടേ, നല്ല ഡിബേറ്റുകൾ നടക്കണം. അതിന് ഒരു നല്ല പരിണത ഫലം മതത്തിന്റെ പുരോഗമനാത്മകമായ മുഖം സൂക്ഷിച്ചുകൊണ്ട് പോകണം. എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കേണ്ട ചുമതലകൾ കൂടി KMN എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇസ്ലാം ഒരു കൺസർവേറ്റീവായ, ഒരു യാഥാസ്ഥിതികമായ മതമല്ല. അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറ കൂടിയുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപ് തന്നെ പ്രവാചകൻ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളോട് കരുണയുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാം. സ്ത്രീ വിരുദ്ധതയാണ് ഇസ്ലാമിൻ്റെതെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്താൻ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം. പക്ഷെ ആ മുഖം ജനങ്ങളിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ഇതാണ് എന്ന് പറയാൻ കഴിയണം. ഓക്കെ, മുഖ്യമന്ത്രി VD സതീശൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി നബിദിനം. ഓക്കെ.